ഹലോ ഫ്രണ്ട്സ്, ചെമ്മനൽ പോലെ സച്ചിൻ ഡേവിയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിശേഷങ്ങളിലേക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ വർഷ സ്വന്തം വീട്ടിലേക്ക് പോയതുകൊണ്ട് ഇവിടെ ഭയങ്കര ചർച്ച നടക്കുകയാണ്. അപ്പം രേവതി സച്ചിയാണെന്ന് ആദ്യം കാണിക്കുന്നത്. രേവതി സച്ചിയോട് പറയുകയാണ്, ഏതൊക്കെയാലും ശ്രീകാന്ത് ജോലിക്ക് പോയതും അവളെ തനിച്ചാക്കി പോയതും ഭയങ്കര മോശമായിപ്പോയി, അതുകൊണ്ടല്ല അവൾ ഇത്രയും വിഷയങ്ങളുണ്ടായെന്ന് പറഞ്ഞു. ഉടനെ പറയുക, ഇപ്പം നീ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല രേവതി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞ് കേൾക്കുന്ന മക്കളാണ് ഇവന്മാരൊക്കെ. അപ്പോൾ അതുകൊണ്ട് അമ്മ പറയുന്നതനുസരിച്ച് കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒന്നും നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. എന്താണല്ലോ അവൻ പോകരായിരുന്നു സച്ചിയേട്ടാ. ഒരു കാര്യം ചേട്ടാ, ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറയാം. നീ വിളിച്ച് നോക്കാം, എന്നാൽ ശരി നോക്കട്ടെ എന്ന് നോക്കാൻ പറയാം. അപ്പം രേവതി വിളിക്കുവാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണെങ്കിൽ, ശ്രീകാന്തേ കോളെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് എന്ത് പരിപാടിയാണ് ശ്രീകാന്ത് കാണിച്ചത്? എന്താ ഏട്ടത്തി നീ കാരണം കൊണ്ട് വർഷ പോയില്ലേ? വർഷ പോയിട്ടിപ്പം നിനക്കൊന്ന് അവളുടെ കൂടെ നിൽക്കത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ചേച്ചി ഞാൻ ഏട്ടത്തിനെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. അപ്പോൾ അത് വർഷ കാണിക്കുന്ന മോശമല്ലെന്ന് ചോദിക്കുമ്പോൾ, എന്ത് മോശം? എടാ, ഒരു ഭർത്താവ് അല്ല ഭാര്യയ്ക്ക് അസുഖം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു ഭർത്താവ് അടുത്തിരിക്കണമെന്ന് ഏതൊരു ഭാര്യയും ആഗ്രഹിക്കും. നീ അത് കാണിച്ചത് മോശമല്ലേ? നീ അല്ല ചെയ്യേണ്ടത്. കാരണം ചേട്ടത്തി, എനിക്കിവിടെ വലിയൊരു ഓർഡർ ഉണ്ടായിരുന്നു. എന്ത് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ സച്ചേട്ടൻ നോക്കി. സച്ചേട്ടൻ ഞാനിവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇപ്പം എന്ത് അസുഖം വന്നു പറഞ്ഞാൽ പോലും എൻ്റെ സച്ചേട്ടൻ്റെ കൂടെ ഉണ്ടാകും. സച്ചേട്ടൻ കൂടെ ഉണ്ടായിട്ട് എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യും. എനിക്ക് അസുഖം ഉണ്ടെങ്കിൽ പോലും ജോലിക്ക് ഇതിൽ പോകാൻ പറഞ്ഞാൽ പോലും പോകത്തില്ല. മാത്രമല്ല അറിയാലോ, എന്നെ ഞാനങ്ങനെ തലയ്ക്ക് ആയി കിടന്നപ്പോഴത്തേക്ക് എൻ്റെ പൂ വിൽക്കാൻ വേണ്ടി സച്ചേട്ടൻ എൻ്റെ കൂടെ വന്നൊക്കെ ചെയ്ത. അപ്പോൾ അത്രമാത്രം സ്നേഹമുള്ളൊരു ഭർത്താവായിട്ട് എൻ്റെ കെട്ടിയവൻ സച്ചേട്ടൻ നിൽപ്പുണ്ട്. അപ്പോൾ നിനക്ക് നിൻ്റെ ഭാര്യയെ നോക്കിക്കൂടെ? നീ ഇങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ? മാത്രമല്ല, ഒരു ഭാര്യ അല്ല ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേക്ക് ആ വീട്ടിൽ ആരൊക്കെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ സ്വന്തം ഭർത്താവ് അവളോട് കാണിക്കുന്നതായിട്ടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് അവളവിടെ പിടിച്ച് നിൽക്കുന്നത് തന്നെ. അപ്പോൾ നീ അവളോടത് കാണിക്കണമായിരുന്നു, നീ അത് പോകരുതായിരുന്നു എന്ന് പറഞ്ഞ്. നീ ഒരു കാര്യം, ഇത് വലിയ വിഷയമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യും, നീ അവനെ വിളിച്ച് വരുത്താൻ നോക്കുമെന്ന് പറയുമ്പോഴത്തേക്ക്, ശരി ചേട്ടത്തി ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ, അപ്പോൾ നീ ഇപ്പോൾ തന്നെ പോകാൻ പറയും. ശരി ഏട്ടൻ എന്ന് പറഞ്ഞു. ഉടനെ കോള് കട്ട് കഴിയുമ്പോഴത്തേക്ക് സച്ചി പറയണേ, നീ ഭയങ്കര ഗ്രേറ്റാണ്, നീ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുവാണ്. അതെന്താ സച്ചിയേട്ടാ അങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്ക്, അല്ല ഈ വീട്ടിലെ ഗ്രഹനാഥയായിട്ട് എൻ്റെ അമ്മ ചന്ദ്രമതി പറയുന്നത് പിന്നെ വർഷയെ വിളിക്കരുത്, വർഷയോട് സംസാരിക്കരുത്, വർഷയെ വിളിച്ചുകൊണ്ട് വരരുതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നീ ഇവിടുത്തെ മരുമോൾ പറയുന്നത് തന്നെ, കാരണം വർഷയെ വിളിച്ചുകൊണ്ട് വരണം, വർഷയെ നീ ഒരുമിച്ച് ജീവിക്കണം എന്ന് പറയാം. അപ്പോൾ ഒരു കുടുംബം നന്നാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നീയാണ്. എൻ്റെ അമ്മയെപ്പോലെ അമ്മായിമ്മമാരുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എത്ര ഡൈവോഴ്സ്, ഓരോ കുടുംബത്തിൽ എത്ര ഡൈവോഴ്സ് നടക്കും. പക്ഷെ നിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക്, അതൊന്നും ഇല്ല ഏട്ടാ, എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടൊക്കെയാന്ന് പറയുമ്പോൾ, അപ്പോൾ സച്ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട്, സച്ചേട്ടൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. ഉടനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ നവീൻദാസ് ഫോൺ വിളിക്കുക. അത് ശ്രുതിനെ ഫോൺ വിളിച്ചെടുക്കും. കല്യാണം എന്നാണ്ട് വിശേഷം, സുഖമാണോ എന്ന് പറയുക. നീ എന്തിനാണ് എന്നെ വിളിക്കുന്നത് ചെയ്യുമ്പോഴത്തേന്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? കാരണം എനിക്ക് തരാനുള്ള ക്യാഷ് എങ്ങനെ 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ എത്ര ദിവസം, 2 ദിവസത്തിലെ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ദിവസങ്ങൾ എത്രയായി? അപ്പം അതെങ്ങനെയാണ് നമുക്ക് എത്തിക്കണ്ടേ എന്ന് ചോദിക്കുമോ. എൻ്റെ ക്യാഷ് ഇല്ലടാന്ന് പറയും. എന്നാൽ കുഴപ്പമില്ല, ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരാമെന്ന് പറയും. ശരിയെന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പം ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്കേ നിൻ്റെ കെട്ടിയവനും എല്ലാവരും കാണുമല്ലോ, ആ സമയത്ത് എല്ലാവരുടെ മുമ്പേ ഞാൻ പറഞ്ഞ് എല്ലാം ശരിയാക്കി നിനക്ക് സെറ്റാക്കി തരാമെന്ന് പറയുമ്പോഴത്തേക്ക്, എന്താ സെറ്റാക്കുക, എല്ലാം പറഞ്ഞ് നിന്നെ പുറത്ത് ചാടിപ്പിക്കുമെന്ന് പറയും. എടാ നീ അങ്ങനെ ചെയ്യരുത്, ഞാൻ 2 ദിവസം ഒരു കാര്യം ചെയ്യും, നീ ഇത്രയും ദിവസം ശ്രമിച്ചില്ല, നീ എനിക്ക് 2 ദിവസം കൊടുത്താൽ ഞാൻ എങ്ങനെയും ക്യാഷ് റെഡിയാക്കി തരാമെന്ന് പറയും. അപ്പോൾ പറയും, ഇത്രയും ദിവസം ഞാൻ ശ്രമിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല, ഇനി 2 ദിവസത്തില്ല, 2 ദിവസം കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. നവീൻദാസ് പറയാം, ഇനി കളിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത പണി ഞാൻ തരും എന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ലടാ ഞാൻ ഉറപ്പായിട്ട് നവീൻദാസ് തരാമെന്ന് പറയും. അതിപ്പോൾ കോൾ കട്ടാക്കിയപ്പോഴത്തേക്കും ശ്രുതി സ്വയം പറയുന്നുണ്ട്, എടാ നവീൻദാസ്, ഇന്ന് രാത്രി തന്നെ ഞാൻ സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുത്ത് ആൻ്റണിക്ക് അയച്ചു കൊടുക്കും. ആൻ്റണിക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആൻ്റണി ആ വീഡിയോ കണ്ടിട്ട് ആ സ്പോട്ടിൽ വന്ന് നിന്നെ പൊക്കി നിനക്ക് തരേണ്ടതെല്ലാം അവൻ തരൂടാ, എനിക്കപ്പോൾ രക്ഷപ്പെടാമല്ലോ എന്നോർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. അടുത്ത കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ വീടാണ്. വർഷയുടെ വീട്ടിൽ നോക്കുമ്പോഴത്തേക്ക് അവരുടെ അച്ഛനമ്മയും മഹിമയും അതും കൂടി ചേർന്ന് സംസാരിക്കുക. അവൾ എന്താണ് വന്നത്, ഒന്നും പിടുത്തമില്ല, അവൾ നമ്മളോട് പറഞ്ഞുമില്ല. പറഞ്ഞത് നീ ചോദിച്ചപ്പോൾ എന്നെ ചോദിക്കുമ്പോഴത്തേക്ക്, ചേട്ടാ എന്നോട് പറഞ്ഞത് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, വിഷയമൊന്നുമില്ല, ഞാൻ ചുമ്മാ വന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തോ ഒരു വിഷയം നടപ്പുണ്ട് ചേട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഒരു നല്ലൊരു അവസരമാണ് നമുക്ക്, അവൾ എന്ത് കാരണം കൊണ്ടാണ് വന്നു പറഞ്ഞാലും നമ്മളത് പറഞ്ഞ്
പെരുപ്പിച്ച് അത് ഊതി വീർപ്പിച്ച് നമ്മൾ അവരുടെ കുടുംബത്തിൽ നിന്ന് അവളെ ഇവിടെ പറിച്ച് നടണം. അപ്പം വർഷയും ശ്രീകാന്ത് ഇവിടെ താമസിക്കണം. അപ്പം നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് നടത്താം. എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ശരി തന്നെ. അപ്പോൾ തന്നെ ബെല്ലടിക്കും, പിന്നെ ഹോണിംഗ് ബെല്ലടിക്കുവാണ്. ഹോണിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ട് മഹിമ അങ്ങോട്ട് ചെന്നിട്ട് വാതിൽ തുറക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് എന്താ ശ്രീകാന്ത് മോനെ വാ അകത്ത് വാ എന്ന് പറയുമ്പോഴത്തേക്ക് കയറി ചെന്ന് വരുമ്പോഴത്തേക്ക് എന്താ മോനെ ഒന്ന് വർഷം എന്താ വന്നെന്ന്. അപ്പോൾ വർഷം എന്താ വന്നെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആൻറ്റിയോട് എന്നാ പറഞ്ഞത്, നിങ്ങളോട് എന്നാ പറഞ്ഞത്. അത് വേറെ ഒന്നുമല്ല, ഞങ്ങളോട് പറഞ്ഞത് പിന്നെ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. ശരി ഒന്നുമില്ലെന്നല്ലേ, ഒന്നുമില്ല ആൻറ്റി എന്ന് പറയാം. എന്നിട്ട് പറയും എന്ത് വർഷം മേളിലുണ്ട് പോകുന്നത്. അപ്പോൾ ചായ കുടിക്കുന്നു. വേണ്ട ആൻറ്റി ഞാൻ വരുന്ന വഴിക്ക് ചായ കുടിച്ചിട്ട് വന്ന്. അപ്പോൾ മേലെ ചെന്നിട്ട് വർഷയെ കാണുമ്പോൾ വർഷം ഇങ്ങനെ കട്ടിലിൽ ചാരി ഇരുന്ന് കണ്ണടച്ചിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് നിന്നിട്ട് നെറ്റിയിൽ ഇങ്ങനെ കൈതൊട്ട് നോക്കുന്നുണ്ട്, പനിയുണ്ടെന്ന് നോക്കുക. ഇത്ര നേരം ഇല്ലാത്തൊരു സ്നേഹം കാണിക്കുകയാണ്. ഉടനെ വർഷം പറയുവാണ്, പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. അതിൻ്റെ ഭാര്യയെ കാണാൻ ഞാൻ വന്നു. നിൻ്റെ ഭാര്യയോ? അതെ എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി വന്നു. നീ വർഷേ ക്ഷമിക്കണം, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വരാമെന്ന്. എന്നെ കൂട്ടിക്കൊണ്ടോ? നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ? നീ എന്തിനാ അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നത്? ഇതെൻ്റെ വീടാണ് എന്ന് പറയുമ്പോൾ ഉടനെ നിൻ്റെ വീടൊക്കെയാണ് ശരിയും, പക്ഷേ ഞാൻ നിൻ്റെ ഭർത്താവാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തു പോയ തെറ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നിൻ്റെ കൂടെ ഞാൻ ഇരിക്കണമായിരുന്നു. പനിയുള്ളപ്പോഴത്തേക്ക് അല്ല അസുഖം ഉള്ളപ്പോഴത്തേക്ക് നിൻ്റെ കൂടെ ഇരിക്കണമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന്. നിൻ്റെ ക്ഷമ അത് കുപ്പത്തൊട്ടി കൊണ്ട് ഇടാന്ന് പറയാം. അങ്ങനെയല്ല, കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഞാൻ ഇരിക്കണമായിരുന്നു. നീ ആയിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഇരുന്നേനല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം ആണോ, പക്ഷേ അങ്ങനെ അല്ലായിരുന്നല്ലോ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ. നിൻ്റെ ഓർഡർ വലുതാണ്, നിൻ്റെ ഓഫീസ് വലുതാണെന്നൊക്കെ പറഞ്ഞൊക്കെയാണല്ലോ നീ പോയത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ലോ ഒരാൾ പറയുന്നത് പറഞ്ഞാൽ എനിക്ക് എൻ്റെ തെറ്റ് പറ്റി വർഷേ, എൻ്റെ തെറ്റ് മനസ്സിലായത് വർഷേ, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ക്ഷമിക്കത്തില്ല ഈ കാര്യത്തിൽ. എനിക്കത് പറ്റത്തില്ല. കാരണം നീ എൻ്റെ കൂടെ ഇരിക്കണം. ഞാൻ അത്രമാത്രം ഹാർട്ടായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ വർഷ അതല്ല, നീ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ആ സമയത്ത് ആ ഒരു ഓർഡർ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പം രേവതിയടുത്തേക്ക് എന്നെ വിളിച്ച് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ നമ്മുടെ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി നിനക്ക് ഒരാളുടെ സഹായം കൂടെ വേണ്ടി വന്നില്ലെന്ന്. അതുകൊണ്ടല്ല, മറ്റുള്ള ഒരാൾ പറയുമ്പോഴത്തേക്കല്ല നമ്മുടെ ആ തെറ്റ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് വീട്ടിൽ പോകുന്നത്. നീ പറയുന്ന കേട്ടനുസരിച്ച് നിൻ്റെ പുറകെ വരാൻ എന്നെ കിട്ടത്തില്ല ശ്രീകാന്ത്, നീ നിൻ്റെ പണിക്ക് പോകുന്ന പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല രേവതി സോറി അങ്ങനെയല്ല വർഷേ, കാരണം ഞാൻ അത്രമാത്രം മനസ്സിലാക്കുന്നു. ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് എന്നാണ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് വർഷം തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുക വർഷയെ ഒന്ന് തിരിഞ്ഞ് നോക്കിയെന്ന് പറയുമ്പോൾ തിരിഞ്ഞ് നീ എന്താ നിനക്ക് എന്നെ വേണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുക നീ ഒന്ന് തിരിഞ്ഞ് നോക്ക് എന്ന് പറയുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് മോളോട്ട് നോക്കുമ്പോഴത്തേക്ക് ആളെ കാണുന്നില്ല. പിന്നെ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ആൾ കുനിഞ്ഞ് നിന്ന് ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. ഇതെന്താണെന്ന് ചോദിക്കും. അവിടെ അപ്പം ഓപ്പണാക്കി കാണിക്കുമ്പോഴത്തേക്ക് ഒരു റിങ്. ഇതെന്നാ അത് നിനക്ക് വേണ്ടി ഡയമണ്ട് റിങ്ങാന്ന് പറയുമ്പോൾ ഇതെന്തിനാ? അല്ല എൻ്റെ പിണക്കമൊന്നും മാറ്റാൻ, നിൻ്റെ പിണക്കമൊന്നും മാറ്റാൻ വേണ്ടിയാണ്, എന്നോടുള്ള ദേഷ്യം ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിന്ന് കൂടുതൽ ക്യാഷ് ഗിഫ്റ്റായിട്ട് എൻ്റെ ഓണർ തന്നു, ആ ക്യാഷാണിത്. അതുകൊണ്ട് കിട്ടിയ ക്യാഷ് ഞാനിത് മേടിച്ചുകൊണ്ട് വന്നു പറയുമ്പോഴത്തേക്ക് ഇതിനെന്താ മേടിച്ചത്, നീ എവിടെ നിന്ന് കിട്ടിയതാന്ന് പറയുമ്പോഴത്തേക്ക് നിനക്കൊരു ചുമ്മാ കിട്ടുന്നുണ്ട്. ചുമ്മാ ഒന്നും കിട്ടിയതല്ല, ക്യാഷ് കിട്ടിയത് കൊണ്ടല്ലേ ഞാനത് നിനക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നിട്ട് നീ എന്നെ മനസ്സിലാക്കാത്ത, നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക. കാരണം എനിക്ക് തെറ്റുപറ്റി, ഞാനത് സമ്മതിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ കൂടെ നിൽക്കണ്ടേ നീ എന്ന് പറയുമ്പോഴത്തേക്ക് വർഷ പറയുക ഇതൊന്നും എനിക്ക് വേണ്ട, കാരണം എന്നെ സോപ്പിടാൻ നോക്കുകയൊന്നും വേണ്ട. ഉടനെ സോപ്പിടാൻ നോക്കണ്ട, കാരണം ഞാൻ ചെയ്ത തെറ്റ് അത് അത്രമാത്രം വലുതാണ്. ഞാൻ ഒരു ഡയമണ്ട് റിങ് വാങ്ങിച്ചു തന്നു കഴിയുമ്പോഴത്തേക്ക് ആ തെറ്റ് നിന്നിൽ നിന്ന് വാങ്ങി പോകുമോ എന്നൊക്കെ ചോദിക്കണം. അതുകൊണ്ടല്ല വർഷേ, കാരണം എനിക്കിതിലും കൂടുതൽ നിന്നെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അപ്പം അത് നീ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഞാൻ വേറൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ആരോടും ചെയ്തിട്ടുമില്ല, അതുപോലെ ഞാൻ ആരോടും മാപ്പ് അപേക്ഷിച്ചിട്ടുമില്ല. അപ്പം നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ അകത്ത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുണ്ടെങ്കിൽ അപ്പം ചിരിച്ചുകൊണ്ട് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയാം അയ്യോ ശ്രീകാന്ത് ശരിക്കും കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് പനിയാണ്, അപ്പം മാറിക്കോ വേണ്ട പനി പിടിക്കുമ്പോഴേക്കണം തന്നെ ശ്രീകാന്ത് പറയാം എനിക്ക് പനി വന്നാലും കുഴപ്പമില്ല, എൻ്റെ ഭാര്യയെ നോക്കാനുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം വർഷം ചിരിക്കുകയാണ്, രണ്ടുപേരും ചേർന്ന് ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സീനാണ്, അങ്ങനെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സീനാണ്. കാരണം നമ്മൾ ആദ്യം വന്ന പോലുള്ളൊരു ദേഷ്യമല്ല അവിടെ വരുന്നത്, ആ ദേഷ്യമെല്ലാം മാറി അതെന്നിട്ട് രണ്ടുപേരും സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പിണക്കങ്ങളെല്ലാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ച് കഴിയുമ്പോഴെല്ലാം പിണക്കങ്ങളൊക്കെ മാറി പോരുവാണ്. അത് കഴിഞ്ഞ് താഴെ വരുമ്പോഴത്തേക്കും അവർ അച്ഛനും അമ്മയും കാണും. എന്താ
പക്ഷേ എന്നെ എന്നെ പറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയും. വീട്ടിലേക്കോ? നീ വന്നല്ലേ ഉള്ളൂ, വന്നിട്ട് എന്നാ പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ നടക്കുന്നത് പറയും. എനിക്ക് വരണം തോന്നി വന്നു, ഞാൻ തന്നെ തിരിച്ചു പോകുന്നു. എൻ്റെ കെട്ടിയവൻ വന്നു, ഞാൻ കെട്ടിയവൻ വന്നതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുക, ഇപ്പം അതിന് തന്നെ ഇരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതല്ല, നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ വിഷമങ്ങളുണ്ട്, എന്തോ പ്രശ്നങ്ങളുണ്ട്, എന്തോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ഒരു 3 ദിവസം നിന്നിട്ട് പോകുമെന്ന് പറയും. ഒരു 3 ദിവസം നിൽക്കുന്നില്ല അമ്മേ, ഞാൻ പോവുക. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ചെറിയ ഒന്ന് വന്ന് നിൽക്കണം തോന്നി, വന്ന് നിന്നു. ഇപ്പോൾ എൻ്റെ കെട്ടിയവൻ വന്നു, ഞാൻ പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിലൊരു വിഷയമില്ല, ഞങ്ങൾ പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ അങ്ങനെയല്ലല്ലോ, ഒന്നും നിൽക്കത്തില്ലേ, നിന്നിട്ട് പോകത്തില്ലേ എന്ന് പറയുമ്പോൾ ഒന്നും നിൽക്കാനില്ല, ശ്രീകാന്ത് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്ന സീനാണ് കാണിക്കുന്നത്. അങ്ങനെ വർഷയും ശ്രീകാന്തും ഇറങ്ങിയ പാടെ മഹിമയും മധുവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ഓ കുറച്ച് ദിവസം എങ്ങനെയല്ല അവർ പിരിച്ചിട്ട്, അവരുടെ ഫാമിലിയായിട്ട് പിരിച്ചിട്ട് ഇവിടെ തന്നെ വന്ന് ഒന്നിച്ച് ചേർത്ത് നിർത്താമെന്ന് ഓർത്താൽ. അപ്പം നമ്മുടെ പ്ലാൻ ഒന്നും വർക്കൗട്ട് ആകുന്നില്ല, ഇതിപ്പോൾ എന്ത് പറ്റി ഇങ്ങനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് കാണിക്കും നമ്മുടെ ചന്ദ്രമതി നേരെ ഈ ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ശ്രുതി ഓടി വരിക, അമ്മേ പെട്ടെന്ന് ഫുഡ് എടുത്ത് വെക്ക്, ചോറെടുത്ത് വെക്ക്, ഞങ്ങൾക്ക് കഴിക്കേണ്ട വിശക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഓ ചോറോ, ഇവിടെ ഒന്നും ആയിട്ടില്ല, അവിടെ കറി വെച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുവാണ്, കറി വെക്കുന്നുള്ളൂ, ഞാൻ ഓടി വന്നതല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുവാണ്, ചന്ദ്രമതി പറയുവാണ്, നിനക്ക് അത്ര വിശപ്പാണ്, നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരത്തില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അറിയാണ്ട് വായുന്ന ശ്രുതിയുടെ വായെന്ന് പറയുമ്പോൾ അമ്മയാണ് ഉണ്ടാക്കുന്ന അറിയാൻ ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരത്തില്ല. ഉടനെ ചന്ദ്രമതി ഒരു നോട്ടം നോക്കുന്നത്, അപ്പോൾ ഇവിടെ എന്നെ പൂക്കാരി ഉണ്ടാക്കുന്ന കഴിക്കാൻ വേണ്ടി നീക്കാൻ വന്നാലടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതല്ല, വേറെ ഒന്നുമല്ല, ഇപ്പോൾ അമ്മയാണെങ്കിൽ കൂടുതൽ ഉണ്ടാക്കണ്ടേ, കാരണം ഇപ്പം അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതോളം പറയുമ്പോഴത്തേക്ക് അതെ 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 എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത്ര നാൾ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ അതുകൊണ്ടല്ല, അമ്മ ഉണ്ടാക്കണം നല്ല ഫുഡാണ് എന്ന് പറയുമ്പോഴത്തേക്ക് എടാ നിൻ്റെയൊക്കെ കല്യാണത്തിന് മുമ്പേ അല്ലെങ്കിൽ ഈ രേവതി ഇവിടെ വരുന്ന മുമ്പ് ഞാനാണ് നിനക്ക് ഉണ്ടാക്കിയൊക്കെ പെറുക്കി തന്നത്, അത് നീ മറക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മറക്കാതിരിക്കാൻ അതൊന്നും മറക്കത്തില്ല, അമ്മ ഉണ്ടാക്കി തരുന്നത് എന്നെ കൈപ്പുണ്യമെന്ന് പറയുമോ, അമ്മ ഉണ്ടാക്കി തന്ന് ഞാൻ കഴിച്ച് ഇത്ര നാൾ ഞങ്ങൾ അങ്ങനെയല്ല കഴിച്ചുകൊണ്ടിരുന്നത്, ഇതിപ്പോൾ എന്താ അമ്മ അങ്ങനെ പറയുന്നത്, അമ്മ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കും, ഒന്നുമില്ല, നീ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാൻ പറ്റും നീയൊക്കെ അവളൊക്കെ ഉണ്ടാക്കി തരുന്നത് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്തത് വരുമ്പോഴത്തേക്ക് ശ്രീകാന്ത് വന്ന് വാതുക്കെ നിൽക്കണം, ശ്രീകാന്ത് വാതുക്കെ നിൽക്കുമ്പോൾ ശ്രീകാന്ത് നടന്ന് വന്നിട്ട് നിൽക്കുമ്പോൾ മോനെ വാ, ഇന്ന് അമ്മയെ കാണാൻ വേണ്ടി പണിയൊക്കെ കഴിഞ്ഞ് നേരത്തെ വന്നല്ലോ, അത് കൊള്ളാമല്ലോ, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതല്ല അമ്മേ, എന്താ മോനെ, അപ്പോഴത്തേക്ക് വർഷയെ കാണിക്കും, വർഷ അവിടെ നിന്ന് വരുവാണ്, വർഷ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് പറയുകയാണ്, ആഹാ നീ വന്നവിടെ, നീ പിന്നെ ഞാൻ വരാതെ നീ ഈ വീട്ടിലേക്ക് എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് എൻ്റെ വീടല്ല, നിൻ്റെ വീട്ടിലേക്കല്ല നീ ഇവിടെ പോയത്, എൻ്റെ കെട്ടിയവൻ എവിടെയാണോ ഉള്ളത് അതെൻ്റെ വീടാ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അല്ല അങ്ങനല്ല, ഇവിടെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളൊരു തോന്നലൊന്നും ഇല്ലല്ലോ നിനക്ക് വരുമ്പോൾ എന്നെ തോന്നും വരാനും തോന്നും പോകാനൊക്കെയാണ് നിൻ്റെ ഒരു വീടാണ് ഇവിടെ എന്നുള്ള രീതിയിൽ എൻ്റെ അപ്പം ഞാൻ ഉടനെ അപ്പോഴത്തേക്ക് രവീന്ദ്രനും വരും, സച്ചി വരും, രേവതി വരും, എല്ലാവരും വരും. വന്നിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ചോദിക്കുന്നത്, എൻ്റെ വീട് ഇത്, കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്നതിനും പോകുന്നതിനും ഇപ്പം എന്നാ കുഴപ്പമിരിക്കുന്നത്, നിൻ്റെ വീടാണെങ്കിൽ അത് ചന്ദ്രമതി പറയാം, നിൻ്റെ വീടാണെങ്കിൽ നിൻ്റെ വീട്ടിൽ വരുന്നതിനും പോകുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്, നീ ഇവിടുന്ന് എന്നാ ചുമ്മാ ഒന്നല്ല വഴക്കിട്ടല്ലേ പോയെന്ന് ചോദിച്ചു. ഉടനെ അവൾ പറയുക, അത് വഴക്കിട്ടതേ ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് വഴക്കിട്ടെ, ഇവിടെ മറ്റുള്ളവരത്തല്ല, അപ്പോൾ കെട്ടിയവൻ വന്ന് വിളിച്ചു, ഞാൻ തിരിച്ചു പോകുന്നു, അതിലിപ്പോൾ എന്താ തെറ്റിയിരിക്കുന്നു. ഉടനെ രവീന്ദ്രൻ പറയാം, ചന്ദ്രമതി ഒന്നും മിണ്ടായിരിക്കുക, കാരണം ഞാൻ ആ കൊച്ച് വഴക്കിട്ടാണെങ്കിലും എന്താണെങ്കിലും പോകുന്ന കഴിഞ്ഞാൽ അവൾ തിരിച്ച് വന്നില്ല, അപ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് രേവതിയും പറയുന്നുണ്ട്, അമ്മ അതൊന്ന് ക്ഷമിച്ചേക്ക്, കാരണം ആ കൊച്ച് വന്നില്ല, അവർ രണ്ടും ചെറിയൊരു പിണക്കങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അങ്ങനൊന്നും ക്ഷമിക്കാൻ പറ്റത്തില്ല, ഇവർക്ക് തോന്നി ഞാനിവിടെ ഒരാളിരിപ്പുണ്ട്, എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമോ ബഹുമാനം ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി പോകുമോ, ഇവിടെ കാണിച്ച് ഇവിടെ തോന്നിയ രീതിയിൽ വരാനും പോകാനുള്ളൊരു വീടാണോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിവിടെ ഉണ്ടെന്ന് പറയാം. ഉടനെ ഇതെല്ലാം കേട്ടിട്ടുണ്ട്, അതായത് വർഷ പറയുന്നതെല്ലാം തറുതലെല്ലാം പറഞ്ഞുകൊണ്ട് തറുതല പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ സച്ചി അതിനെല്ലാം കമൻറ്റ് പാസ്സായിക്കോണം, അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ വർഷ പറയണേ, ഇത് എൻ്റെ കെട്ടിയവൻ്റെ വീടാണെങ്കിൽ ഞാനിവിടെ നിന്ന് താമസിക്കും, മറ്റുള്ളവരാരും ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, കാരണം ഞാനിവിടെ ഉണ്ടായിട്ടിരിക്കുമ്പോഴത്തേക്കാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുമ്പോൾ ആരുണ്ടായാലും ഇല്ലെങ്കിലും, കാരണം ഞാൻ എൻ്റെ കെട്ടിയവനായിട്ട് ചെറിയ വഴക്കുണ്ടായി, ശരിയാണ്, ആ സമയത്ത് എൻ്റെ കൂടെ എനിക്ക് വയ്യാണ്ടായിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ശ്രീകാന്ത് ഇല്ലായിരുന്നു, അത് ഞാൻ എൻ്റെ സ്നേഹം അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദേഷ്യം അങ്ങനെ ഞാൻ കാണിച്ചു പോയി, ആ സ്നേഹം അല്ല ആ ദേഷ്യം കാണിച്ചപ്പോഴത്തേക്ക് അത് ശ്രീകാന്തിന് മനസ്സിലായി, ശ്രീകാന്ത് തിരിച്ചു വന്നു, ശ്രീകാന്ത് മനസ്സിലാക്കിയപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചും കൊണ്ട് പോകുന്നു, അല്ലാതെ ഞാൻ അവിടെ സ്ഥിരതാമസത്തിന് എൻ്റെ വീട്ടിൽ പോയതല്ല, ഞാൻ എൻ്റെ വീട്ടിൽ
നിൽക്കാൻ പോകുന്നൊന്നുമല്ല. എനിക്കറിയാൻ പറ്റും, കാരണം എൻ്റെ കെട്ടിയവൻ എന്നോട് സ്നേഹമുണ്ട്, അതിന് ഞാൻ തിരിച്ച് വന്നു. അതിനിപ്പോൾ എന്നാ തെറ്റിയിരിക്കുന്നത്? ഉടനെ സച്ചി വന്ന് അടിപൊളി സൂപ്പർ തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുക. ഉടനെ നീ പറയുന്നതനുസരിച്ച് വരാനും പോകാനുള്ള വീടല്ല ഇത്. ഈ വീട്ടിലെ ഒരു രീതിയുണ്ട്, അത് ഞാൻ പറയുന്നതനുസരിച്ച് കേൾക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് വർഷ പറയാം, നിങ്ങളാരും ഇവിടെ ജഡ്ജോ? നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എന്നെ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയാം, അടിപൊളി സൂപ്പർ സാധനം, കലക്കൻ സാധനം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നൊരു സീനാണ് ഇന്ന് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പം ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഈ ചാനൽ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇനിയുള്ള ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് കൂടുതൽ എത്തിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.